ഇന്ന് നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള പ്ലം കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3/4 കപ്പ് ഷുഗർ ഫസ്റ്റ് കാരമലൈസ് ചെയ്തെടുക്കാം. ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കും അതിലൊരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒരു 5 മിനിറ്റ്സ് തിളപ്പിച്ച ശേഷം തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഈ ടൈമിൽ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദയിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ സോൾട്ട്, പിന്നെ 1/2 ടീസ്പൂൺ കറുവപ്പട്ട പൊടിച്ചത്, 1 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചുക്കുപൊടി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഒരു 2 to 3 ടൈംസ് അതൊന്ന് അരിച്ചെടുക്കാം. ഇതെല്ലാം അരിച്ചെടുത്ത് മാറ്റിവെക്കാം. സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, കുറച്ച് ചെറീസ് കട്ട് ചെയ്തത്, പിന്നെ ഓറഞ്ച് സെസ്റ്റ്, പിന്നെ കുറച്ച് നട്ട്സ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഈ മിക്സിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒരു 3 ടേബിൾ സ്പൂൺ പൊടി കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. പിന്നെ റൂം ടെമ്പറേച്ചറിലുള്ള 1/2 കപ്പ് ബട്ടർ നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 കപ്പ് ഷുഗർ കൂടെ ആഡ് ചെയ്യാം. ഷുഗറും ബട്ടറും കൂടെ നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് 3 എഗ്സ് 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് കാരമലൈസ് ചെയ്തേക്കുന്ന സിറപ്പും ഡ്രൈ ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ലാസ്റ്റ് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്ന കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നട്ട്സും ചെറീസൊക്കെ വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 170 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലോട്ട് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം. 170ൽ തന്നെ 1 അവർ ബേക്ക് ചെയ്യാം. പിന്നെ ഒരു 30 മിനിറ്റ്സ് കൂടെ 160 ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം. ഇതിന്റെ വിശദമായിട്ടുള്ള അളവും മെത്തേഡ്സും എല്ലാം യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരെ ബൈ ഓൾ ആൻഡ് താങ്ക് യു സോ മച്ച്.